ഇനി അല്പം ഫാഷൻ വിശേഷങ്ങളാകാം. ഫാഷൻ ലോകത്തെ വൈവിധ്യ കാഴ്ചകളുമായി രാജ്യാന്തര ഫാഷൻ വീക്കിന് കൊച്ചിയിൽ തുടക്കമായി. ലോകപ്രശസ്ത ഡിസൈനർമാരും മോഡലുകളുമാണ് 3 ദിനം നീളുന്ന ഫാഷൻ മാമാങ്കത്തിൽ അണിനിരക്കുന്നത്. മലയാളത്തിന്റെ കരവിരുതായിരുന്നു കൊച്ചി രാജ്യാന്തര ഫാഷൻ വീക്കിന്റെ 2ാം ദിനത്തെ വ്യത്യസ്തമാക്കിയത്. പ്രശസ്ത മലയാളി ഡിസൈനർ ഹരി ആനന്ദ് അണിയിച്ചൊരുക്കിയ വേഷങ്ങളായിരുന്നു 2ാം ദിനത്തിന്റെ പ്രത്യേകത. മലയാളക്കരയിൽ പറന്നിറങ്ങിയ ഫാഷൻ വസന്തത്തെ 2 കൈയും നീട്ടിയാണ് കൊച്ചി വരവേറ്റിരിക്കുന്നത്. രാജ്യാന്തര ഫാഷൻ വീക്കിന്റെ 2ാം ദിനം അരങ്ങിലെത്തിയത് 2 പ്രമുഖ ഡിസൈനർമാരുടെ വസ്ത്രശേഖരം. മലയാളിയായ ഹരി ആനന്ദ് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാണ് ആദ്യം റാമ്പിലെത്തിയത്. എസ്കേപ്പിസം എന്ന ആശയത്തിലൂന്നിയതായിരുന്നു ഹരി ആനന്ദിന്റെ വസ്ത്രങ്ങൾ. കത്തുന്ന ചുമപ്പ് സാരി അണിഞ്ഞ സുന്ദരി ആദ്യം റാമ്പിലേക്ക്. പിന്നാലെ ഫാഷന്റെ ആധുനിക ലോകത്തേക്കുള്ള ചൂണ്ടുവിരലുകളായി സുന്ദരിമാർ. പഴഞ്ചൻ സങ്കല്പങ്ങളിൽ നിന്നൊരു വേറിട്ട ചിന്ത എന്ന നിലയിലാണ് ഹരി ആനന്ദ് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാരമ്പര്യ രീതിയിൽ നിന്നും വ്യത്യസ്തമായി സാരിയിലെ കസവിന് പുതിയ മാനങ്ങൾ തീർക്കുകയാണ് ഡിസൈനർ. ജോർജറ്റ്, സാറ്റിൻ, ഷിഫോൺ, ലിനൻ എന്നിവയിലാണ് വസ്ത്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ വെഡിങ് സാരി സാധാരണ ഇന്നും മാറി ചിന്തിക്കാൻ നമ്മളൊരു ഗ്ലോബൽ അപ്പീലിലേക്ക് മാറുന്നു. അപ്പോൾ ആ ഗ്ലോബൽ അപ്പീലിന് നമ്മളൊരു ഫുൾ ഡയറക്റ്റ് പറഞ്ഞാൽ ആളുകളുടെ പേഴ്സണാലിറ്റി നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. നോട്ട് എ ഗാർമെന്റ് ഹാസ് ടു ഗാർമെന്റ് നമ്മൾ ഇതിന്റെ ഒരു ഫീൽ ഒന്ന് മാറ്റുന്നത് പേഴ്സണാലിറ്റി എപ്പോഴും എൻഹാൻസ് ചെയ്തു. അല്ല ഗാർമെന്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പേഴ്സണാലിറ്റിക്ക് വേണം. സോ ഐ ട്രൈ ടു ഡിസൈൻ ലോട്ട് ഓഫ് എലമെന്റ്സ് ഫോർ ദ പേഴ്സണാലിറ്റി. മോഡൽ സുന്ദരികൾക്ക് പിന്നാലെയെത്തി മിസ് കേരള എലിസബത്ത് താടിക്കാരൻ. നിറഞ്ഞ പുഞ്ചിരിയുമായി റാമ്പിന് ചുറ്റും ഒരു വട്ടം. ഫാഷൻ മാമാങ്കത്തിന് കൊച്ചിയിലെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഉത്തേജനമാകാൻ കഴിയുമെന്ന കാര്യത്തിൽ എലിസബത്തിന് സംശയമേ ഇല്ല. I feel that it's really progressing. Every day you see different people on the road, you see them more confident with who they are, wearing clothes that they never used to wear in the future. So I feel that it's going good, and especially since Kochi Fashion Week has come, I feel that it's really going to be we're going to see some good fashion ahead here. ഫാഷൻ ബാച്ചിലേഴ്സിന് മാത്രമുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മിസ്സിസ് ഇന്ത്യ ജീമോളും റാമ്പിൽ. ഹരി ആനന്ദനും സുന്ദരിമാർക്കുമൊപ്പം വെള്ളിത്തിരയിലെ സുന്ദരി അമല പോളും കൂടി ചേർന്നതോടെ കാണികൾക്ക് ആവേശം. ജൂൾസ് സി. അമീന്റെ അവസരമായിരുന്നു അടുത്തത്. അഭിജ്ഞ എന്ന ആശയത്തിലൂടെ ഫാഷന്റെ യഥാർത്ഥ ഭാവി ആവിഷ്കരിക്കുകയായിരുന്നു ലക്ഷ്യം. വ്യത്യസ്തമായ ഡിസൈനിലൂടെ കാണികളുടെ കയ്യടി ഏറ്റുവാങ്ങിക്കൊണ്ട് സുന്ദരികളും സുന്ദരന്മാരും. ഭാവനയുടെ ലോകത്തേക്കുള്ള ഒരു യാത്രയായിരുന്നു ജൂൾസിന്റെ വസ്ത്രങ്ങൾ. മനോഹരമായ ശൈലിക്കൊപ്പം ലൈറ്റ് ആർട്ട് എന്ന നവീന ആശയവും വേദിയിലെത്തി. ചെറു ബൾബുകൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ കാണികൾക്ക് വിസ്മയമായി.
നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഫാഷൻ മാമാങ്കത്തിന് നാളെ തിരശ്ശീല വീഴും. മൂന്നാം ദിനം 4 ഡിസൈനർമാരുടെ കഥവിരുതുകൾ പ്രദർശിപ്പിക്കപ്പെടും. ഫാഷന്റെ ലോകം കൊച്ചിയിൽ വിരുന്നെത്തിയിരിക്കുന്നു. ഓരോ രാവിലും ഫാഷൻ വസന്തം പീലി ഉയർത്തുന്നു. കൊച്ചി ആസ്വദിക്കുകയാണ് ഈ വസന്തം. കൊച്ചി ഇന്റർനാഷണൽ ഫാഷൻ വീക്ക് വേദിയിൽ നിന്നും ക്യാമറാമാൻ KP വിനോദിനൊപ്പം ജിനോക്കെ ജോസ്, മനോരമ ന്യൂസ്, കൊച്ചി.